മാർവൽ മാർവൽ അണ്ണന്മാരെ കുറിച്ചാണ് എനിക്ക് പറയാൻ പറ്റുക. മാർവൽസ് 1992 എന്താ പറയാ, മാർവൽ വാസ് ഡെഡ് ഇൻ ദ വാട്ടർ. ചത്തു, മാർവൽ ചത്തിരിക്കുന്നു ഗൈസ്. കോമിക് സീരീസ് എല്ലാം അടിയിലായി പോയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ സൂപ്പർ ഹീറോ ത്രീസ് എല്ലാം തീർന്ന് സാധനം തീർന്നെന്ന് പറഞ്ഞാൽ പോരെ. അതേപോലെ തന്നെ ദേ ഹാഡ് ഓൾറെഡി സോർട്ട് ഓഫ് ദ ബെസ്റ്റ് ക്യാരക്ടേഴ്സ് സർവൈവ്. എല്ലാത്തിനെയും അവർ ഓൾറെഡി സെല് ചെയ്തു. മാർവൽ, സ്പൈഡർമാൻ പോയി, എക്സ്മാൻ അതിനേക്കാൾ ഡിമാൻഡ് പോയി. അതേപോലെ തന്നെ ഹൾക്കും ഫാന്റാസ്റ്റിക് ഫോറും ലൈസൻസ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. ബെസ്റ്റ് നോ കൺട്രോൾ ഓഫ് ദേവം എല്ലാം ആക്ച്വലി സെല്ലിങ് ആണ്, അല്ലെങ്കിൽ ഫോർ ഇത് ലൈസൻസ്ഡ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതായത് അവരുടെ സ്റ്റോക്ക് എന്ന് പറയുന്നത് $35 $2 മാറിയിട്ടുണ്ടായിരുന്നു. അതായത് റീറ്റെയിലേഴ്സ് എല്ലാം ഡ്രോപ്പ് ചെയ്ത് സാധനം കൊള്ളുന്നുണ്ട്. അവിടെ തന്നെ ഫാൻസ് ഇത് ഗെയിം എന്താ പറയാ, ഹോപ്പെല്ലാം ഗെയിം ചെയ്തിരുന്നു. അതായത് എല്ലാവരും വിചാരിച്ചത് നമ്മുടെ മാർവൽ തീർന്നെന്നാണ് എല്ലാവരും ആക്ച്വലി വിചാരിച്ചത്. ആ ഒരു സമയത്താണ് എവി അരാൻ ടോ എക്സിക്യൂട്ടീവ് വിത്ത് എ ക്രേസി ഏരിയ. എവി അരാൻ എന്ന് പറയുന്ന പുള്ളിയാണ് അങ്ങനെ ആ ഒരു സമയത്ത് കെയിം അപ്പ് ചെയ്യുന്നത്. പുള്ളി വരികയാണ് ആക്ച്വലി സെൽ യുവർ ക്യാരക്ടർ ടു ഹോളിവുഡ്. നല്ലൊരു ഐഡിയ ഒന്ന് ഓർത്ത് വെക്കണേ. അതായത് ഹോളിവുഡിലേക്ക് ക്യാരക്ടേഴ്സ് സെല് ചെയ്യേണ്ട. അതായത് നമ്മളാണ് ഹോളിവുഡ്. സിമ്പിൾ, മേക്ക് ദ മൂവീസ് യുവർ സെൽഫ്. ഈടാ മോനെ സി എന്ന് പറഞ്ഞാൽ പോരെ. ഫോർത്ത് ഓഫ് ഇറ്റ് വാസ് മാഡ്നസ്. സത്യം, 700 ബില്യൺ കടത്തി കയറിയിരിക്കുന്ന കമ്പനി പോയി ഇമാതിരി ഐഡിയ അയച്ചാൽ എന്താന്ന് പറയും. ഉറപ്പല്ലേ അത്. അതായത് മാർവൽ സ്റ്റുഡിയോ അല്ല, അവർക്ക് ഒരു ആക്ടേഴ്സ് ഇല്ല, ഡയറക്ടേഴ്സ് ഇല്ല, ഡിസ്ട്രിബ്യൂഷൻ ഇല്ല, അവരുടെ പൈസ ഇല്ല. കടത്തി നിൽക്കുന്ന സമയമാണ് ഓർക്കണം. എന്റെ മോനെ. ബട്ട് ആരാ കൺവിൻസ് ടെസ്റ്റ് വാട്ടേഴ്സ്, ടെസ്റ്റ് ചെയ്യാൻ ഒരു സ്മോൾ മൂവി ഇറക്കിയവന്മാരെ ടെസ്റ്റ് ചെയ്യാൻ. അതേപോലെ തന്നെ ഒരു ചെറിയൊരു ക്യാരക്ടർ ബ്ലേഡ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ വെച്ചിട്ടാണ് അവർ ആ ഒരു സാധനം ഇറക്കുന്നതാണ്. നോബഡി എക്സ്പെക്ടഡ് മച്ച്, ബട്ട് ബ്ലേഡ്. എന്റെ മോനെ, ആരും എക്സ്പെക്ട് ചെയ്യാത്തൊരു സമയത്താണ് 131 ബില്യൺ ബോക്സ് ഓഫീസിൽ അവർ ഉണ്ടാക്കിയത്. എന്റെ അപ്പൊ അവർക്ക് മനസ്സിലായി മാർവലിനി മാറാൻ പോവാന്ന് അണ്ണന്മാർക്കൊക്കെ മനസ്സിലായി. അങ്ങനെയാണ് 2000 എക്സ്മാൻ വന്നത്, 2002 സ്പൈഡർ മാൻ ഇറങ്ങിയത് 2002. അതേപോലെ തന്നെ ഇതുകൊണ്ട് തന്നെ മാർവൽ നല്ല രീതിയിൽ തന്നെ പൈസയൊക്കെ ഉണ്ടാക്കി. അതേപോലെ തന്നെ അവന്മാര് മൂവി റൈറ്റ്സ് ഒന്നും ഓൺ ചെയ്തിട്ടില്ല. അതടുത്ത് വെക്കണം. സ്പൈഡർമാന്റെ ഒക്കെ റൈറ്റ്സ് എടുത്ത സോണിന്റെ അടുത്താണ് കാണുന്നത്. സോ 2005 മൂവി 2005 അതായത് 529 മില്യൺ ബോറോ ചെയ്യാൻ. അതേപോലെ തന്നെ 10 ഓഫ് ദെയർ ലെസ് നോൺ ക്യാരക്ടേഴ്സ് ആർ കൊളാക്ച്വൽ. ഈ സാധനങ്ങളിലെല്ലാം ഈ ഒരു ക്യാരക്ടേഴ്സിലെല്ലാം കൂടെ പുട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് $527 മില്യൺ ഉണ്ടാക്കിയത്. ദ മൂവീസ് ഫ്ലോട്ട് മാർവൽ ഗോൺ ഫോർ ഷൂട്ടിംഗ്. ആ മൂവിയൊക്കെ ഇതാക്കിയായിരുന്നെങ്കിൽ എന്റെ മോനെ മാർവൽ തീർന്നെന്ന് നിങ്ങൾ കൂട്ടിക്കും. ആന്റ്മാൻ, ദ അവഞ്ചേഴ്സ്, ബ്ലാക്ക് പാന്തർ, ക്യാപ്റ്റൻ അമേരിക്ക, ക്ലോക്ക് ആൻഡ് ഡാഗർ, ഡോക്ടർ സ്ട്രേഞ്ച്, ഹൾക്കി, നിക് ഫ്യൂരി, പവർ പാക്ക്, ഷാങ് ചി, ഇതൊക്കെയായിരുന്നു ആ ക്യാരക്ടേഴ്സ് ഓർത്തോക്കണം. എന്റെ ആ മോനെ. എന്നാലും ഇതൊരു സീനാണ്. അതായത് അങ്ങനെയാണ് ആക്ച്വലി മാർവൽ സ്റ്റുഡിയോസ് എന്ന് പറയുന്ന ഒരു സ്റ്റുഡിയോ ഒരു ഉണ്ടാക്കി എടുക്കുന്നത്. അതേപോലെ തന്നെ ബി ടയർ ആയിട്ടുള്ള ആക്ടേഴ്സിനെയാണ് അവര് എടുത്തത് ഈ ഒരു ക്യാരക്ടേഴ്സ് എല്ലാം ലീഡ് ചെയ്യാനായിട്ട്. അങ്ങനെയാണ് അയൺമാനെ നമ്മുടെ റോബർട്ട് ഡൗണി ജൂനിയർ ഒക്കെ അവരൊക്കെ ആ സമയത്ത് നമ്മൾ ഓർത്ത് വെക്കണം. ആൻഡ് കാസ്റ്റ് കോൺട്രോവേഴ്ഷ്യൽ ആക്ടർ നോ വൺ വാണ്ടഡ് റോബർട്ട് ഡൗണി ജൂനിയർ. സത്യം പുള്ളിക്ക് ഒരുപാട് പാസ്റ്റ് ഉണ്ട്. ബട്ട് ഇന്ന് പുള്ളി എത്തി നിൽക്കുന്നത് അങ്ങനെ ഒരു രീതിയിലാണ് പുള്ളി റോബർട്ട് ഡൗണി ജൂനിയർ എന്ന് പറയുന്നത്. അതായത് സത്യം പുള്ളിനെ ആ ഒരു സമയത്തൊക്കെ എടുക്കുക എന്ന് പറയുന്നത് വളരെയധികം റിസ്കിയാണ്. അതേപോലെ തന്നെ ആരും ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യാത്തൊരു സമയമാണ് റോബർട്ട് ഡൗണി ജൂനിയർ ആ ഒരു സമയത്ത് എന്ന് പറയുന്നത്. ബട്ട് മാർവെല്ലുകാർ പുള്ളിനെ നല്ല രീതിയിൽ ബിലീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്ലേ ജസ്റ്റ് അയൺമാൻ ഹി ബിക്കെയിം. സത്യം അയൺമാൻ അതൊരു ഐക്കോണിക് ക്യാരക്ടറാണ്. ഇപ്പൊ അയൺമാനെ കുറിച്ച് ഇരിക്കുകയാണെങ്കിൽ റോബർട്ട് ഡൗണി ജൂനിയറാണ് ആക്ച്വലി നമ്മുടെ മുന്നിൽ എന്റെ മനസ്സിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലൊക്കെ ഉണ്ടാവുക അതൊരു കിടിലനായിട്ടാണ് പുള്ളി ചെയ്തു വെച്ചേക്കുന്നത് കേട്ടോ. 2008 അയൺമാൻ ഹിറ്റ് ആവുന്നത്. അതായത് 585 മില്യൺ ഇതിന്റെ മോനെ അയൺമാൻ ഉണ്ടാക്കി. അതായത് ആക്ച്വലി ഓഡിയൻസ് അയൺമാൻ എന്ന് പറയുന്നത് ആഫ്റ്റർ ക്രെഡിറ്റ് സീൻ അയൺമാന്റെ ലാസ്റ്റ് ക്രെഡിറ്റ് സീൻ ഉണ്ട് അടുത്തൊരു ഇതിനകത്തേക്ക് പോകുന്നത്. ഓ
Nick Fury vaccine. Oh, Nick Kannan. Nick Kannan. I haven't yet to talk to you about the Avengers Initiative. One like the start of a cinematic universe. അങ്ങനെയാണ് അണ്ണന്മാരുടെ സിനിമാറ്റിക് യൂണിവേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്രം ദർ ഇറ്റ്സ് സ്നോ ബോൾ, അവഞ്ചേഴ്സ്, ക്യാപ്റ്റൻ അമേരിക്ക, ഗാർഡിയൻ ഓഫ് ദ ഗാലക്സി, ബ്ലാക്ക് പാന്തർ, എൻഗേ, ബില്യൺസ് ഓഫ് ഫാൻസ്, ബില്യൺസ് ഇൻ ബോംബ്. ഓർത്ത് ഇത്രയധികം ബില്യൺസ് ആണ്. ആദ്യം 585 മില്യൺ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അത് 845 ഹൾക്കില് ഉണ്ടാക്കി. പിന്നെ അത് 1.5 ബില്യൺ ആയിട്ടുണ്ടായിരുന്നു അയൺമാൻ തന്നെ. പിന്നെ 1.9 ഹൾക്ക്. ഇത് ഹൾക്കല്ല, സോറി, നമ്മുടെ ഇവനായിരിക്കും, എന്താ നമ്മുടെ ക്രിസ്മസ്ത്തിന്റെ സാധനത്തിന്റെ പേര് തോറ്. അടുത്ത ക്യാപ്റ്റൻ അമേരിക്കയാണ് 2.3 ബില്യനോ. എന്റെ മോനെ. അടുത്തത് അവഞ്ചേഴ്സിന്റെ തന്നെ 3.8 ബില്യൺ. പിന്നെ അടുത്ത 5.0 ബില്യൺ. ഏറ്റവും അവസാനത്തെയാണ് 2. ഓ എന്റെ അമ്മ, നല്ല പൈസ ഇവിടെ വാങ്ങിയിട്ടുണ്ട്. ഇൻ 2019 ഡിസ്നി ഫോർ മാർവൽസ് ഫോർ 4 ബില്യൺ. എന്റെ മോനെ. ടുഡേ ദ MCU is worth over 50 billion. ആഹാ. ആൻഡ് ഇറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ബാങ്ക്രപ്സി. ആക്ച്വലി ഈ ഒരു കഥ വായിക്കുന്നത് വരെ ഞാൻ ആക്ച്വലി വിചാരിച്ചുകൊണ്ടിരുന്നത് ഈ മാർവൽ എന്ന് പറയുന്നത് പണ്ട് തൊട്ട് തന്നെ ആക്ച്വലി വലിയൊരു സ്റ്റുഡിയോസ് ആണ്. അതായത് ഒരു 2000 തൊട്ട് തന്നെ ആക്ച്വലി വലിയൊരു സ്റ്റുഡിയോസ് ആയെന്നായിരുന്നു ഞാൻ വിചാരിക്കുന്നത്. ബട്ട് ഇപ്പോഴാണ് എനിക്ക് കാര്യങ്ങൾ, അതായത് ഇവരിങ്ങനെ നല്ലായിരുന്നു ഇങ്ങനെ ബാങ്ക്രപ്സി ചെയ്യാൻ 700 ബില്യണിൽ നിന്നാണ് ആക്ച്വലി ഇപ്പൊ ഇവരിങ്ങനത്തെ ഒരു കിട്ടില്ല ഒരു സാധനം ഡെവലപ്പ് ചെയ്ത് വന്നത്. എന്നിട്ടാണ് ഇത്രയും ഗെയിം കഴിഞ്ഞ് ഇവിടം വരെ എത്തി നിൽക്കുന്നത്. ഗെയിം കഴിഞ്ഞ് പിന്നെ കുറച്ച് സ്പൈഡർമാൻ, നോവേ ഹോം, അങ്ങനെ കുറച്ച് നല്ല സിനിമകൾ ഇറങ്ങിയിട്ടുള്ളൂവെങ്കിലും ഇവിടം വരെ അവർ എത്തി നിൽക്കുന്നത് ഇങ്ങനെ ഒരു ഇത് കളിച്ചിട്ടാണ് ഡിസ്നി ആക്ച്വലി ഇത് വാങ്ങിയത്. ഇതൊരു റിയലി ഇൻസ്പിറേഷണൽ സ്റ്റോറിയാണ് ആക്ച്വലി. കാര്യം പറയാലോ, ഞാൻ ഒരിക്കലും ഇങ്ങനെ മാർവൽ എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത് അങ്ങനെയാണ്. എന്റെ ആ മോനെ, മാർവലിന്റെ ചെങ്ങായി ഉണ്ടല്ലോ, ആ റൈറ്റർ, ആ ചെങ്ങായിന്റെ പേര് ഞാൻ മറന്നുപോയി. ബട്ട് ഇങ്ങനെയൊക്കെ ഞാൻ പറയുമ്പോഴും ഇതാണ് നമ്മൾ DC ഫാനാണ്. ഓക്കെ, DC അതെന്താന്ന് എനിക്ക് അറിഞ്ഞോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് DC. ഐ ലവ് DC. ബട്ട് മാർവലിനെ വെറുക്കുന്നൊന്നുമില്ല. ഐ ലവ് മാർവൽ ഉണ്ട്. ബട്ട് DC ഓർ മാർവൽ, ഐ ലവ് DC. ഓക്കെ, അതാണ് ഒരു മാസ്കലാണ്. എന്നാലും മാർവൽ ചേട്ടന്മാരൊക്കെ കളിക്കുന്ന കളി എന്ന് നോക്കി